പറയും ഉസ്താദേ ആഴ്ചയിൽ ഒരു ദിവസമാണ് മൂപ്പിലെ വിളിക്കുന്നത്, എന്നാൽ ആ ആഴ്ച ചോദിച്ചു വെച്ചോ, ഇല്ലെങ്കിൽ എന്തിനാ പോകുന്നത് എന്റെ സഹോദരി? പോകാൻ പാടില്ല. ഭർത്താവിനെ ആദരിക്കേണ്ടവനല്ലേ ഭർത്താവ് ആദരിക്കപ്പെടേണ്ടവനാ. അവന്റെ അനുവാദമില്ലാതെ പുറത്തു പോകാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ രണ്ടാമത്തെ വിഭാഗത്തെ പറഞ്ഞത് അവിടെ അനുവാദമില്ലാതെ പുറത്തു പോവുകയും ശരീരം മറക്കാത്ത പെണ്ണാ. എന്റെ സഹോദരങ്ങളോട് പറയട്ടെ, ഇന്ന് ഡൽഹിയിൽ പോലും സ്വതന്ത്രാനന്തര ഭാരതം കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റ് ഡൽഹിയിൽ നടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു പെണ്ണിനെ കാമകസ്വലന്മാർ 7ഓളം വരുന്ന ചെറുപ്പക്കാർ ആ പെണ്ണിനെ ചുട്ടരിക്കുമ്പോൾ കൊന്നുകളയുമ്പോ എന്റെ സഹോദരങ്ങള് പാറി പറക്കുന്ന പ്രാഗത്തിന് പറവയുടെ ചിറകറ്റു വീണ് മരിച്ചുപോയ പേരറിഞ്ഞുകൂടാത്ത എല്ലാ രാജ്യത്തിന്റെ മുമ്പിലും ഈ ഇന്ത്യക്ക് നാണക്കേടുണ്ടാക്കി വെച്ച ചൈനീസ് മന്ത്രാലയം പോലും ചൈനീസ് യുവതികളോട് പറഞ്ഞത്, ഇന്ത്യയിൽ വന്ന ചൈനീസ് യുവതികളോട് ചൈനീസ് മന്ത്രാലയം പറഞ്ഞത്, പൊന്നുമക്കളെ ഇന്ത്യ എന്ന് പറയുന്ന ബലാത്സംഗത്തിന് പേര് കേട്ട നാടാ, അതുകൊണ്ട് സൂക്ഷിച്ച് ഡൽഹിയിലൂടെ നടക്കണേ, നിങ്ങളുടെ മാനവും കൊണ്ട് തിരിച്ചു വരണേ എന്ന് ചൈനീസ് മന്ത്രാലയം ചൈനീസ് യുവതികളെ ഇന്ത്യയിലുള്ള യുവതികളോട് പറഞ്ഞെന്ന് പത്രത്തിൽ വാങ്ങിച്ചെങ്കിൽ ലോകത്തെ നാണം കെട്ടില്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാനെന്ന് പറയട്ടെ, ആ പാവപ്പെട്ട സഹോദരിയെ ക്രൂരമാകിട്ട് കൊന്നുകളഞ്ഞ ഈ കാവാലികന്മാരെ എന്ത് ചെയ്താലും പ്രശ്നമല്ല. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാകണം, അതിന്റെ പേരിൽ വഴിയോരങ്ങളിൽ പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റിന്റെ ശൃംഖലയിൽ വന്ന പെണ്ണുങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളാ. എന്റെ സഹോദരിമാരെ കണ്ടില്ലേ? ഈ വസ്ത്രം ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങുമ്പോ ഏത് പുരുഷനാ ഒന്ന് നോക്കാത്തത്, ഏത് പുരുഷനാ പെണ്ണിനെ കയ്യിൽ പിടിക്കാത്തത്? ഈ രീതിയിൽ വസ്ത്രം ധരിച്ചിട്ടുണ്ടോ കൊണ്ട്, എന്നാലും മറഞ്ഞോ ഇല്ല. ഈ രീതിയിൽ വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങിയ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, പെണ്ണേ നരകത്തിലാ 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 സംശയമില്ല. അല്ലാഹുവിന്റെ സ്വർഗം നിനക്ക് നിഷിദ്ധമാ, അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ പരിമളം നിനക്ക് നിഷിദ്ധമാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിരുന്നാ, ഞാനൊരു വിഭാഗത്തെ കാണാതിരിക്കട്ടെ എന്ന് റസൂലുള്ളാഹി പറഞ്ഞെങ്കിലോ ആ വിഭാഗം ഏതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ലമ്മറഹുമാ ഞാൻ കണ്ടിട്ടില്ല, അതല്ലെങ്കിൽ കാണാതിരിക്കട്ടെ എന്ന് പറഞ്ഞ എന്റെ വിഭാഗത്തിൽ ഒരു വിഭാഗം ഏതെന്നറിയോ? നിസാഉനർ. എന്റെ സഹോദരിമാരെ, നിങ്ങളാണ് കാസിയാത്തിൻ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ ആര്യ അവര് പരിപൂർണനഗ്നരാ. എന്റെ സഹോദരങ്ങളെ കണ്ടിട്ടില്ലേ? കടയിലെ അലമാരയിൽ പലകാരം ചുട്ടുവെച്ചിരിക്കുന്നത് പോലെ വസ്ത്രം ധരിച്ചിട്ടുണ്ടോ? പക്ഷേ ശരീരഭാഗങ്ങൾ പുറത്ത് കാണിച്ചുകൊണ്ടോ പുറത്തൂടെ ഇറങ്ങി നടക്കുമ്പോ മാർക്കറ്റിലൂടെ ചാരം തിരിഞ്ഞ് നടക്കുമ്പോൾ എന്റെ ഉമ്മ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, അതുവഴി ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന്റെ വികാരം ഇളക്കി വിടുമാറ് നീ ശരീരം തുറന്നിട്ടുകൊണ്ട് നടന്നു കഴിഞ്ഞ പൊങ്ങളേ നീ വ്യഭിചാരിണിയാണ്, വ്യഭിചാരിണിയാണ്. മാത്രമല്ല നിന്നെ അല്ലാഹുവിന്റെ റസൂല് കാണാതിരിക്കട്ടെ എന്ന് ദുആരുന്നു. പരിശുദ്ധമായ റൗളയിൽ ചെന്നിട്ട് റൗള ചെറിയേറ്റേ സായൂജ്യം പിന്നീ നിറയേറ്റേ. മദീനയുടെ മണവാളൻ അന്ത്യവിശ്രമം കൊള്ളുന്ന റൗള ശരീഫിന്റെ മുമ്പിൽ പർദ്ദ ധരിച്ച് തസ്ബീഹുമായിട്ട് സോക്സ് ധരിച്ചിട്ട് കയ്യുറ ധരിച്ചിട്ട് മഫ്ത ധരിച്ചിട്ട് എന്റെ പെങ്ങളെ റൗള ശരീഫിന്റെ മുമ്പിൽ പോയി നല്ലതുപോലെ പൊട്ടിക്കരടിയ സലാം പറഞ്ഞിട്ട് തിരിച്ച് നീ കരിപ്പൂര് വന്നാൽ നെടുമ്പാശ്ശേരിയിൽ വന്ന തിരുവനന്തപുരത്ത് വന്നിറങ്ങിയാൽ എന്റെ മോളെ നിന്റെ വീട്ടിലോട്ട് വരുന്നത് പിന്നെങ്ങനാ? മദാമ പെണ്ണിനെ പോലെ ലജ്ജിപ്പിക്കുന്ന രീതിയില് പാശ്ചാത്യ പെങ്ങൾ അടിവസ്ത്രമായി ഉപയോഗിക്കുന്നത് മേൽവസ്ത്രമാക്കിക്കൊണ്ട് ധരിച്ചു നടക്കുമ്പോ സഭ്യതയില്ലാത്ത വാക്ക് പറഞ്ഞു എന്നാരും ചിന്തിക്കല്ലേ? എന്ന സഹോദരിമാരെ പോക്ക് വല്ലാത്ത പോക്കാ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നീ സലാം പറഞ്ഞ പൊന്നാര നബിയില്ലേ, നിന്നെ കാണാതിരിക്കട്ടെ, നിന്നെ കാണാതിരിക്കട്ടെ എന്ന് ദ്വാരന്നെങ്കില് എന്റെ പൊന്നുമോളെ തീർന്നില്ല. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അങ്ങനെ ഏതെങ്കിലും ഒരു സ്ത്രീ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ നോക്കിയവരെ അല്ലാഹു ശപിക്കുന്നു, നോക്കപ്പെട്ടവരെയും അല്ലാഹു ശപിക്കുകയാണ്. വസ്ത്രം മാന്യമായി ധരിക്കാതെ പുറത്തിറങ്ങുമ്പോൾ നാണക്കേടുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടിറങ്ങിയാൽ ചെറുപ്പക്കാരിങ്ങനെ നിന്നെ നോക്കി നിൽക്കും, വായി നോക്കി നിൽക്കും.
അതാണല്ലോ റസൂലുള്ളാഹി പറഞ്ഞു, ലോകം അവസാനിക്കുമ്പോൾ കുറെ ചെറുപ്പക്കാര് വരും, ഖിബിലത്തുഹും, അവരുടെ ഖിബില എന്ന് പറഞ്ഞാൽ അവരുടെ ഖിബില, അവരുടെ കേന്ദ്രം ആരായിരിക്കുമെന്നറിയോ? നിസാഉഹും, നബി മുഹമ്മദ് മുസ്തഫ. ചെറുപ്പക്കാര് വായി നോക്കി നിൽക്കുന്ന പെണ്ണിലേക്കാ നോക്കി നിൽക്കുക. ഈ ഒരു സാഹചര്യം, അതിനാരാ കാരണക്കാര്? സഹോദരിമാരെ, നിങ്ങളാണ്. നിങ്ങളെ തൊട്ടാൽ ലോകമുടങ്ങും, നിങ്ങളെ തൊട്ടാൽ പ്രതിഷേധം, നിങ്ങളെ തൊട്ടാൽ നിയമപാലകരും കേന്ദ്രങ്ങളിലെ ഭരണകർത്താക്കളും സ്ത്രീശക്തിവാദികളൊക്കെയും അനുകൂലമാണ്. പക്ഷേ നിങ്ങൾ നല്ലതുപോലെ നടക്കുന്നില്ലല്ലോ. അതെന്താ നിങ്ങൾ ചെയ്യാത്തത്? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, രണ്ടാമത്തെ വിഭാഗം ആ വിഭാഗമാണ്. ഇന്ന് സഹോദരിമാര്, ഞാൻ ഔറത്ത് പറയുന്ന വിഷയത്തിനെ കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല. പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്കത് ഇഷ്ടപ്പെടാതെ എങ്കിലും ഞാൻ പറയും. പക്ഷേ ഈ സദസ്സിനെ മാനിച്ചുകൊണ്ട് ഞാനത് വളരെ വിശാലമായി ഞാൻ പറയുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഇന്ന് സഹോദരിമാര് മനസ്സിലാക്കിയിട്ടുള്ള ഔറത്തേതാ? ഉസ്താദ്, ഞങ്ങൾ ഔറത്ത് മറിച്ചിട്ടുണ്ട്. എവിടെ മുതലാ? കഴുത്തിന് താഴോട്ട്. അവര് പറയുന്നത് തലമുടി. അത് എന്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് അബുദാബിയിൽ നയിച്ച ബോയാണ്, അത് തലയിൽ വെച്ചുകൊണ്ട് നടക്കുമ്പോൾ എല്ലാവരും ഒന്ന് കാണട്ടെ, അതുകൊണ്ട് എങ്ങനെ തലമുറക്കുക? അല്ലെങ്കിലും എന്നെ പോലെ തലമുടിയുള്ള നിതംബം വരെ കാർക്കൂന്തൽ ഇങ്ങനെ കിടക്കുന്ന ഈ തലമുടി ലോകത്ത്, ഈ നാട്ടിൽ വേറെ ഒരു പെണ്ണുകൾക്കില്ല, അതുകൊണ്ട് എല്ലാവരും ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സഹോദരി തലമറയ്ക്കാതെ നാണം കെട്ട രീതിയിൽ പുറത്തിറങ്ങി നടന്നാൽ, സഹോദരിമാരെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാരുടെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ടാവും. നമ്മളെ സംരക്ഷിക്കാൻ അല്ലാഹു തആല മാലാഖമാരെ തയ്യാറാക്കിയിരിക്കുകയാണ്. ഒന്നും രണ്ട് മലക്കുകളല്ല, അല്ലാഹുവിന്റെ കോടിക്കണക്കിന് മാലാഖമാരിൽ ഒരു വിഭാഗത്തിന്റെ പേര് അൽ മലായികത്തുൽ ഹഫള എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷന്റെ മാലാഖമാരെന്നാണ്. വിശ്വാസികളെ സംരക്ഷിക്കേണ്ട ചുമതലയുള്ള മാലാഖമാരാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എന്റെ സഹോദരിമാരെ, റഹ്മത്തിന്റെ മലക്കുകൾ എടുക്കൂല, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്ക് വേണ്ടേ? അതല്ലെങ്കിൽ പിശാചിന്റെ കരവലയത്തിലാകും മോളെ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രവാചകന്റെ പ്രബോധനത്തിന്റെ പ്രഥമഘട്ടത്തില് റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ റളിയല്ലാഹു തആല അൻഹ ശ്രദ്ധയോടെ കേൾക്കണേ. ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ മുമ്പിൽ റസൂലുള്ളാഹി ഓടി വരികയാണ്, പേടിച്ചു വിറച്ച്. ഹിറാ ഗുഹയിൽ നിന്ന് പേടിച്ചു വിറച്ചുകൊണ്ട് റസൂലുള്ളാഹി ഓടി വന്നത് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജയുടെ അടുക്കലാണ്. സമ്മിലൂനി യാ ഖദീജ, പുറപ്പെട്ടു മൂടി, ഞാൻ വല്ലാതെ വിറയ്ക്കുന്നു, പനിക്കുന്നു എന്ന് പറഞ്ഞ് പേടിച്ചു വരണ്ടോടിയ റസൂലുള്ളാഹി വീടിന്റെ ഉള്ളറകളിൽ വന്ന് സാന്ത്വനത്തിന്റെ വാക്കിലേറിയത് ഭാര്യയിൽ നിന്നാണ്. ആ ഭാര്യ ആശ്വസിപ്പിച്ചു, നബിയേ, അല്ലാഹു അങ്ങേ പാഴാക്കൂല, സമാധാനപ്പെടും നബിയേ എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ഒരു അവസരത്തിൽ പറഞ്ഞു, നബിയേ, എനിക്കൊരു ആഗ്രഹമുണ്ട്, ആ ആഗ്രഹം നിങ്ങൾ സാധിപ്പിച്ചു തരണം. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ആഗ്രഹമാണ് നിനക്കുള്ളത്? ഭർത്താക്കന്മാര് ഭാര്യമാര് ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കേണ്ടവരാണ്. അവരെന്തു പറഞ്ഞാലും കേൾക്കണമെന്നില്ല. അവര് പറയുന്ന ന്യായമായുമുള്ള കാര്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കേണ്ടത് ഭർത്താവിന്റെ കടമയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഫാത്തിമ ഖദീജ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ, എനിക്ക് വല്ലാത്തൊരു ആഗ്രഹമുണ്ട്, അത് നിങ്ങൾ സാധിപ്പിച്ചു തരണം. നബിതങ്ങളെ ഒരു ഖദീജ, നിനക്കുള്ള ആഗ്രഹം അത് മറ്റൊന്നുമല്ല നബിയേ, ഈ ജിബ്രീൽ വരുമ്പോ പിന്നിൽ നിന്ന് മണ്ണിലേക്ക് കടന്നു വരുന്ന അങ്ങയുടെ സമാധാനത്തിന്റെ മടപ്രാവ് മലക്ക് ജിബ്രീൽ കടന്നു വരുമ്പോ ഈ പാവം ഖദീജയ്ക്കൊന്ന് കാട്ടിത്തരുവോ നബിയേ? അല്ലാഹുവിന്റെ റസൂലിനൊന്ന് ചോദിക്കുകയാണ്, ഭർത്താവിനോട് ആവശ്യപ്പെടുകയാ, നബിയേ, ഇനി ജിബ്രീൽ വരുമ്പോൾ എനിക്കൊന്ന് കാണിച്ചു തരുമോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖദീജ, ജിബ്രീൽ വരട്ടെ, ഞാൻ എനിക്ക് കാണിച്ചു തരാൻ കാണുമെങ്കിൽ കണ്ടുകൊള്ളുക. ഒരു ദിവസം അതാ കടന്നു വരികയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് കടന്നു വരുന്നു. ആരാ? നസലല്ലദീന മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരുമ്പോ റസൂലുള്ളാഹി ഖദീജയോട് പറയുകയാണ്, ഖദീജ, ഇതാ ജിബ്രീൽ വന്നു മോളെ. ഖദീജ കണ്ടോ? റസൂലുള്ളാഹി ഒരു ഭാഗത്തിരിക്കുന്നു, അതിന്റെ വലതുഭാഗത്ത് ഖദീജ ബീവി ഇരിക്കുകയാണ്. ശ്രദ്ധയോടെ കേൾക്കണേ എന്റെ പെണ്ണന്മാരെ, വലതുഭാഗത്ത് ഖദീജ ബീവി ഇരിക്കുന്നു, ഇടതുഭാഗത്ത് അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കുന്നു. ജിബ്രീൽ കടന്നു വന്ന് റസൂലുള്ളാഹി കാണുന്നു. റസൂലുള്ളാഹി കാണുന്നു, പക്ഷേ ഖദീജയ്ക്ക് കാണാൻ കഴിയുന്നില്ല. ഖദീജ റളിയല്ലാഹു തആല ചോദിക്കുന്നു, നബിയേ, നിങ്ങൾ ജിബ്രീലിനെ കാണുന്നുണ്ടോ? അതേ ഖദീജ, ഞാനിതാ ജിബ്രീലിനെ കണ്ടുകൊണ്ടിരിക്കുകയാ. നീയോ? ഇല്ല നബിയേ,
കാണാൻ കഴിയുന്നില്ല, എനിക്ക് ജിബ്രീലിനെ കാണാൻ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ കാണുന്നു എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് ഖദീജ ബീവി ബുദ്ധിമതിയാണ്, കുലീനയാണ്. ഖദീജ റളിയല്ലാഹു തആല പറഞ്ഞു, നബിയേ, ഇനി നിങ്ങളിരിക്കുന്ന ഭാഗത്തിരുന്നാൽ മാത്രമാണ് ജിബ്രീലിനെ കാണുന്നതെങ്കിലോ അതുകൊണ്ട് ഖും യാ റസൂലല്ലാഹ് ഇജ്ലിസ് അലാ യമീനി. ഖദീജ റളിയല്ലാഹു തആല നബി തങ്ങളുടെ വലതുഭാഗത്തും എഴുന്നേറ്റു. ഖദീജ ഇരുന്ന ഭാഗത്ത് റസൂലുള്ളാഹിയെ പിടിച്ചിരുത്തി. എന്നിട്ട് നബി തങ്ങൾ ഇരുന്ന ഭാഗത്ത് ഖദീജ ഇരുന്നു. അപ്പോൾ റസൂലുള്ള വലതുഭാഗത്തായി, ഖദീജ ഇടതുഭാഗത്തായി. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ജിബ്രീലിനെ കാണുന്നു. പക്ഷേ ഖദീജയ്ക്കുണ്ടോ കാണാൻ കഴിയുന്നില്ല. ഖദീജ ചോദിക്കുന്നു, നബിയെ, നിങ്ങൾ കാണുന്നുണ്ടോ? ഉണ്ട് ഖദീജ, കാണുന്നുണ്ട് ഖദീജ. അല്ലാഹുവിന്റെ നബിയേ, ഞാൻ കാണുന്നില്ല. ഖദീജയ്ക്ക് പെട്ടെന്ന് ഒരു ഹിക്മത്ത് തോന്നി, ഒരു തന്ത്രം തോന്നി. ഖദീജ റളിയല്ലാഹു അൻഹ നബിയോട് പറഞ്ഞു, നബിയേ, ഇനി നിങ്ങൾ എവിടെ ഇരുന്നാലും അതേ ഭാഗത്ത് മാത്രമേ ജിബ്രീൽ വരോളെങ്കിലോ അതുകൊണ്ട് ഖും യാ റസൂലല്ലാഹ് ഇജ്ലിസ് അലാ ഹിജ്രി. ഹബീബായ നബി തങ്ങളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എന്നിട്ട് ഖദീജ ബീവിയുടെ മടിത്തട്ടിൽ പിടിച്ചിരുത്തി. ഖദീജയുടെ മടിയിൽ പിടിച്ച് റസൂലുള്ളാഹി ഇരുത്തുമ്പോ റസൂലുള്ളാഹി കാണുന്നു. പക്ഷേ ഖദീജയ്ക്ക് കാണാൻ കഴിയുന്നില്ല, ജിബ്രീലിനെ ഖദീജയ്ക്ക് കാണാൻ കഴിയുന്നില്ല. ആ സന്ദർഭത്തിൽ ഖദീജ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാ, ഇപ്പോഴും കാണുന്നുണ്ടോ നബിയേ? അതേ കാണുന്നു ഖദീജ. നിനക്കോ? ഇല്ല യാ റസൂലല്ലാഹ്, എനിക്ക് കാണാൻ കഴിയുന്നില്ല. കുറെ നേരം നിശബ്ദയായിരുന്ന ഖദീജ റളിയല്ലാഹു തആല അൻഹ, കുറച്ചു നേരം മിണ്ടാതിരുന്ന ബുദ്ധിമതിയായ ഖദീജ റളിയല്ലാഹു അൻഹ കുറച്ചു നേരം കഴിഞ്ഞിട്ട് പെട്ടെന്ന് നബി തങ്ങളോട് ചോദിക്കുകയാ, നബിയെ, ഇപ്പോഴൊന്ന് നോക്ക് ജിബ്രീൽ കാണുന്നുണ്ടോ? ഇപ്പോഴൊന്ന് നോക്ക് ജിബ്രീൽ കാണുന്നുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോ ഇല്ല ഇല്ല, ജിബ്രീൽ എന്ന മാലാഖ മറഞ്ഞു പോയിരിക്കുകയാ. ജിബ്രീൽ എന്ന മാലാഖ മറഞ്ഞു പോയിരിക്കുകയാണ്, കാണുന്നില്ല. ആ സന്ദർഭത്തില് റസൂലുള്ളാഹി പറയുന്നു, ഖദീജ, കാണാൻ കഴിയുന്നില്ല മോളെ, ഖദീജ കാണാൻ കഴിയുന്നില്ല. ആ സന്ദർഭത്തിൽ ഖദീജ റളിയല്ലാഹു തആല അൻഹ ചാടി എഴുന്നേറ്റ് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, അറിയോ എന്റെ സഹോദരിമാരെ, കോളേജിൽ പോകുമ്പോഴും കല്യാണത്തിന് പോകുമ്പോഴും ഓഡിറ്റോറിയത്തിൽ പോകുമ്പോഴും മറ്റ് 7 ആർഭാടങ്ങൾക്ക് പോകുമ്പോഴും മരണ വീട്ടിൽ പോകുമ്പോഴും ഉസ്താദുമാരെ കാണുമ്പോൾ മാത്രം തലമറയ്ക്കുന്ന, അതുപോലെ പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ മാത്രം തലമറയ്ക്കുന്ന എന്റെ സഹോദരിമാരെ കേട്ടുകൊള്ളട്ടെ. അല്ലാഹുവിന്റെ റസൂലിനോട് ഖദീജ ബീവി പറഞ്ഞത്, നബിയേ, എന്തുകൊണ്ടാണ് എനിക്ക് കാണാൻ കഴിയാത്തതെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്റെ അടുത്തിരിക്കുന്ന അങ്ങക്ക് കാണാൻ കഴിഞ്ഞു ജിബ്രീലിനെ. എന്തുകൊണ്ടാ? പരിപൂർണമായി ഔറത്ത് മറച്ചവളായി, പരിപൂർണമായി ഞാൻ ഔറത്ത് മറച്ചവളായിരുന്നു നബിയേ. നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ജിബ്രീൽ മാഞ്ഞു പോകരുപ്പോഴെന്നറിയോ? ഞാൻ പെട്ടെന്ന് നീ വന്നത് മലക്കാണോ അതല്ല പിശാചാണോ എന്ന് വിലയിരുത്താൻ ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ തലയിൽ കിടന്ന തട്ടം മാറ്റി നബിയേ. എന്നിട്ട് 2-3 മുടി ഞാനിങ്ങ് പുറത്തിട്ടു. അപ്പോഴാ ജിബ്രീൽ മാഞ്ഞു പോയത്, അപ്പോഴാ ജിബ്രീൽ നിങ്ങളിൽ നിന്ന് മാഞ്ഞു പോയത് നബിയേ. അതുവരെ ജിബ്രീൽ അങ്ങയോടൊപ്പം ഉണ്ടാകിരുന്നു. പക്ഷേ എന്റെ തലമുടി ഒന്ന് പുറത്തായപ്പോ ജിബ്രീൽ മാഞ്ഞു പോയതാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖദീജ, ശരിയാണ്, പിശാചിന് പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുന്നത് ഇഷ്ടമാണ്, പിശാചിന് പെണ്ണുങ്ങളുടെ തലമുടി കാണുന്നത് ഇഷ്ടമാണ്. പക്ഷേ മലക്കുകൾക്ക് ലജ്ജയാണ്, ആരാകമാരൊരു പെണ്ണിന്റെ തലമുടി എന്നാൽ